അവരെങ്ങോട്ടാണോ പോയത്? നോക്കട്ടെ. അവരൊക്കെ മുമ്പിലോട്ടാ പോയെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നില്ല. കേട്ടില്ല സാറേ? അല്ല, ഓ സോറി. അയ്യോ, ആർക്കാ റീൽസ്? അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം തൊടുപുഴ അടുത്തുള്ള ഒരു TC റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഉച്ചയായപ്പോഴത്തേക്കും ഇവിടെ എത്തി. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് രാവിലെ ഒരു 9:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇടുക്കി ഒരു പരിപാടിയുണ്ട്, കമ്പനി വക ഒരു അടിപൊളി പരിപാടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എറണാകുളം ടീം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറേ ടീം അവിടെ നിന്ന് കാറിനും ഒക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇത് കണ്ടില്ലേ, സ്വർഗത്തിൽ കൂടി പോകുന്ന പോലെ ഞങ്ങളുടെ ട്രാവലർ സ്വർഗത്തിലെത്തി ഗൈസ്. ഒന്നും അറിയാൻ പറ്റുന്നില്ല. കണ്ടാ, പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതാണ് ഡാം, കാണാൻ പറ്റാത്ത ഡാമാണ്. വെള്ളം പോലും കാണാൻ പറ്റുന്നില്ല. ഇടുക്കി എത്തി. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതിന് സ്വാഗതം. അടിപൊളിയായിട്ടോ. ഇതാണ് സ്ഥലം. അപ്പൊ നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഈശോയായി. അപകട മേഖലയാണ് അവിടെ. അയ്യോ, ഇത് കണ്ടില്ലേ, കോട കണ്ടില്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിപ്പോൾ റോഡിന് നടുക്ക് നിന്നാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കുമളി ഏകദേശം അടുത്തായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുളമാവ് ഇതേ ഇടുക്കി എന്നൊക്കെ എഴുതി കാണിച്ചിരിക്കുന്ന ഒരു സൈൻ ബോർഡ് കാണും. ഇറച്ചിക്കട. അന്യായ ബ്യൂട്ടിയാണ്, നിറയെ കോടയാണ്. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഗംഭീരമായ ചെക്ക് പോസ്റ്റ്. ഞങ്ങൾ അവിടെ നിർത്താൻ പോയപ്പോഴത്തേക്ക് അവിടെ നിർത്തല്ലേ, കാരണം വണ്ടി വളവ് വന്നു കഴിഞ്ഞാൽ കാണത്തില്ല. അമ്മാതിരി ലൊക്കേഷൻ. അവരൊക്കെ എങ്ങോട്ടാ പോയത്? ചേട്ടാ, പുള്ളി എങ്ങോട്ടാ പോയത്? അവരൊക്കെ അങ്ങോട്ടാണോ പോയത്? അവരെങ്ങോട്ടാണോ പോയത്? നോക്കട്ടെ. അവരൊക്കെ മുമ്പിലോട്ടാ പോയെന്ന് തോന്നുന്നു. കാണാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മൂ, അടിപൊളി ലൊക്കേഷനാണ്. അടിപൊളി. അറക്കളം ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത കേരളം, അങ്ങനെ ഒരു ബോർഡ് അവിടെ പുറകിൽ വെച്ചിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ചേട്ടാ, ഈ ലൊക്കേഷൻ കൃത്യമായിട്ട് എന്താണ് സ്ഥലത്തിൻ്റെ പേര്? കുളമാവ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ കുളമാവിലാണ്. കുളമാവ് എന്നുള്ള സ്ഥലത്താണ്. ആളുകൾ കുടയൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. സാർമാർ വല്ലവരെയും കാണാൻ പറ്റുന്നുണ്ടോ? നിറയെ കോടയുണ്ടോ. പിന്നെ ചന്നം പിന്നം പെയ്യുന്ന നല്ല മഴകളുണ്ട്. എന്തോ സാറേ? കേട്ടില്ല സാറേ? അല്ല, ഓ സോറി. ഓക്കെ, അവിടെ ക്യാമറ അലോഡ് അല്ല, സോറി. അയ്യോ, എൻ്റെ ഷൂ. ആർക്കാ റീൽസ്? ഏത് പാട്ടാണ് വേണ്ടേ? കോടമഞ്ഞ്. അവിടെ വെക്ക്. തുടങ്ങിയോ? തുടങ്ങ്. കോട മാത്രമേ ഉള്ളൂ, ഡാൻസ് ഇല്ല. റെഡി, 1 2 3. കറങ്ങ്. കൊള്ളാം. ഒരു ലാലേട്ടൻ്റെ സ്റ്റെപ്പ് ഇട്. ശരി. ഭയങ്കര ഐക്യമുള്ളവരാണ് ലൈഫിൽ. ഞാൻ കണ്ട പല ലൈഫിൽ കുറേ പേരെ കണ്ടെങ്കിലും
ഇത് ഇങ്ങനൊരു സാധനം വലിയ പാടാണ് കണ്ടു കിട്ടാൻ. ഒന്ന് ഒരു കോമ്പിനേഷൻ, അപ്പൊ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു വൈഫ്. രണ്ട്, ICC പ്രൊഡക്ഷനിൽ അഡ്വൈസറായിട്ട് തുടങ്ങി, പിന്നെ 23 വർഷം ICC പ്രൊഡക്ഷനിൽ മാനേജറായിട്ട് നിന്നു. അതിനുശേഷം ജന്മത്ത് ICC പ്രൊഡക്ഷൻ വിടത്തില്ല എന്ന് പറഞ്ഞു പിന്നെയും ICC പ്രൊഡക്ഷനിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, സോ അത് പിന്നെ അഡ്വൈസറായിട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. അഡ്വൈസറിലുപരി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തന്നെയാണ് ICC പ്രൊഡക്ഷനിൽ തിരിച്ചു വന്നിരിക്കുന്നത്. സോ ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ്. ഓക്കെ, ഈ ഒരു അവസരം 2 വാക്ക് പറഞ്ഞേ പറ്റൂ. തീർച്ചയായിട്ടും 2 പേരും പറയണം. കാരണം ഇന്ന് വരെ എന്തെങ്കിലും വൃത്തിയോടോ നന്നായിട്ടുണ്ടോങ്കിൽ കാണാൻ നിങ്ങൾ മാത്രം. ഹലോ, എല്ലാവർക്കും ഞാൻ സംസാരിക്കാൻ സന്തോഷം. ബോസിനെ വിളിച്ചിട്ട് ഓടി വന്നതിൽ കൂടുതൽ സന്തോഷം. ആദ്യമായിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. നിങ്ങളെ അറിയാൻ വേണ്ടി ഇതൊക്കെ എന്തൊക്കെ സംഭവം എനിക്കും സംസാരിക്കാനൊന്നും അറിയില്ല. എനിക്കറിയാം, കുറച്ചുപേരെ അറിയാൻ പാടില്ല. പിന്നെ ശിവ ആദ്യമായിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും പറയും കൊണ്ടുപോകുമ്പോ പറ്റില്ല, നിങ്ങൾ ഇതിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയും. കാരണം ഇല്ല, അങ്ങനെ പോകാൻ പാടില്ല, ഫാമിലിയെ കൊണ്ടുപോകാൻ പാടില്ല. താങ്ക് യു സോ മച്ച് ബസ്. ഓക്കെ, ഇനി Oh, I can lead them all.
ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പോൾ അതെ ഞങ്ങളുടെ ഡാൻസും കൂത്തും ഞങ്ങളുടെ ആറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി. വുഡ് നോട്ട് എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിപൊളി വ്യൂ നാളെ മോർണിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കാണാം. We are sign off. We are signing out. Thank you very much. Good നാളെ night, മോർണിംഗ് yeah. കാണാം. നാളെ മോർണിംഗ് കാണാം. Sweet dreams. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചെക്ക് ഇൻ ചെയ്ത് ഏകദേശം രാത്രിയായി, സന്ധ്യയായിട്ട് ചെക്ക് ഇൻ ചെയ്തത് വേറൊരു ഹോട്ടലിൽ, കിടന്നുറങ്ങിയത് വേറെ ഹോട്ടലിൽ. അപ്പോൾ ഇന്നലെ നമ്മളുടെ പരിപാടി നടന്നു വെച്ചതെന്ന് വെച്ചാൽ എന്തായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര്? വുഡ് നോട്ട് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു തേക്കടിയിൽ. അപ്പോൾ അവിടെ ഇന്നലെ രാത്രി സന്ധ്യയായപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് അവിടുത്തെ ആറും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയത് ഈ ഹോട്ടലിൽ. ഇതിൻ്റെ പേരാണ് പെപ്പർ വൈൻ. അപ്പോൾ പെപ്പർ വൈനിലെ പുറത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊട്ടടുത്ത് നല്ല ഗ്രാൻഡായിട്ടുള്ള മൂളിമരം ഒക്കെ ഉണ്ട്. മൂളിയല്ല, ഈറ്റമരമൊക്കെ ഉണ്ട് അതല്ലേ. പിന്നെ അടിപൊളിയാണ് തേക്കടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ. പക്ഷേ ഞങ്ങൾ ഇത് വന്നപ്പോൾ തേക്ക് എന്നുള്ള സംഭവം കണ്ടില്ല. ഇനി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങി ഞാനും ഗിരീഷ് ഈ റൂമിലായിരുന്നു. പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ബാത്റൂം സിംഗർ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങൾ ഇന്നലെ വന്ന് എൻട്രി ചെയ്ത നമ്മളെ വണ്ടി ഇതില്ല, ട്രാവലർ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന് റെസ്റ്റോറൻറ്റ്. ഇവിടെ വെച്ചാണ് നമ്മളുടെ ആറ് പരിപാടിയൊക്കെ കിടന്നത്. വുഡ് നോട്ട് എന്ന് പറഞ്ഞ തേക്കടിയിലുള്ള അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇങ്ങനെയാണ് ഉള്ളത്. ഒരു തെങ്ങ് ഇപ്പുണ്ട്, തലയിൽ തേങ്ങ വിടാതെ നോക്കണം. ഗിരീഷ് കുമാർ അകത്തേക്ക് കയറി ജോയിൻ ചെയ്തു. നല്ല കാറ്റാണ്ട ഇല്ലി മുളങ്കാടുകളിൽ തല്ലലെല്ലാം പാടി വരും തെന്നലേ. നല്ല കാറ്റുണ്ട്, നല്ല അടിപൊളിയാണ്. ഇവിടെ ആരും റെഡി ആയിട്ടില്ലേ? അയ്യവാ റെഡി ആയില്ല. പൊളിയാണല്ലോ, വൻ ലുക്കാണുള്ളതാണ്. രസമുള്ള നല്ല കസേര. ആരാ അത് തലയ്ക്ക് മേളിൽ? ആ തലയൊക്കെ ഒന്ന് നോക്കി കൊടുത്തേ. വീഡിയോ സൂപ്പറായിട്ടുണ്ട്. ഫോട്ടോ എടുത്തിട്ടുണ്ട്. അയാളെ ഫോക്കസ് ചെയ്യണോ? ഓക്കെ.